ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 11-ലെ ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബിന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബിന്റെ സമ്മറി ഓഫ് ക്യാഷ് ബുക്കിൽ നിന്നും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കാൻ പഠിച്ചു. ഇന്ന് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഭംഗിയായി വായിച്ച് മനസ്സിലാക്കണം. അതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതണ്ടാത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തിടണം. പിന്നെ ഓരോ ഐറ്റവും റവന്യൂ നേച്ചറിലുള്ളതാണോ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണോ എന്നൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. നോക്കാം. ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2015. 2015 മാർച്ച് 31 ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബിന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് റെസിപ്റ്റ് സൈഡ് വായിച്ചു നോക്കാം. റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ April 1, 2014, ക്യാഷ് അറ്റ് ബാങ്ക് ആസ് ഓൺ April 1, 2014. ഇതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാറില്ല. കാരണം എന്താണ്? അതെന്ന് പറയുന്നത് ഇൻകം അല്ല, അതുകൊണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പം ഈ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും, അതുപോലെ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ബാലൻസ് ചെയ്തെന്ന് പറഞ്ഞ് ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ March 31, 2015, ക്ലോസിംഗ് ഡേറ്റിലെ കയ്യിലുള്ള ക്യാഷും, അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് ആസ് ഓൺ March 31, 2015, ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷും. അപ്പോൾ ഇതും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നില്ല. അതെല്ലാം നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. ക്ലിയർ? നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലബിൻ്റെ വരിസംഖ്യ ഇനത്തിൽ കിട്ടുന്ന എമൗണ്ട് ആണ്. ഇപ്പോൾ 2013-14 ഒരു 30,000 ഉണ്ട്, 14-15 2,25,000 ഉണ്ട്, 15-16 10,000 ഉണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഈ 2015 നമുക്ക് കിട്ടിയിട്ടുണ്ട്, 14-15. ഇതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുമ്പോൾ നമ്മൾ കറണ്ട് ഇയറിലെ മാത്രം വേണം രേഖപ്പെടുത്താൻ. ഇവിടെ നമ്മുടെ ഇയർ എന്ന് പറയുന്നത് 14-15 കറണ്ട് ഇയർ എന്ന് പറയുന്നത്. 13-14 എന്ന് പറയുമ്പോൾ അതിൻ്റെ തലേ വർഷമാണ്, അതായത് പ്രീവിയസ് ഇയർ ആണ്. 15-16 എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇയർ ആണ്. അപ്പം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത് 14-15 അപ്പോൾ ആ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ്റെ കിട്ടിയ എമൗണ്ട് ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ 2,25,000 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഈ 13-14 30,000 എഴുതരുത്, 15-16 10,000 എഴുതരുത്. നമ്മൾ തയ്യാറാക്കുന്നത് 2014-15 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2014-15 സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് മാത്രമേ നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കാവുള്ളൂ. നമുക്കറിയാം അതെന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. നോക്കിക്കേ, ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കിട്ടിയിരിക്കുന്നതാണ്, സംഭാവന കിട്ടിയിരിക്കുന്നതാണ്. ഒരു പ്രത്യേക പർപ്പസ് വെച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അതായത് ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ് ആണ്. ഇതെന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് അല്ല, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കില്ല, അത് എഴുതുന്നില്ല. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടുന്ന ഐറ്റമാണ്. എൻട്രൻസ് ഫീസ്, പ്രവേശന ഫീസ് ഇനത്തിൽ 23,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. അത് നമ്മൾ ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ആജീവനാന്ത അംഗത്വ ഫീസ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസാണ്. അതെന്ന് പറയുന്നതും ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇത് ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കില്ല, ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. റവന്യൂ റെസിപ്റ്റിന് ഉള്ള റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റ്സ് മാത്രമേ നമ്മൾ ഇൻകം സൈഡിൽ എഴുതാവൂ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഈ ക്ലബ്ബ് ഗവൺമെന്റ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് കിട്ടിയത്
18,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് റവന്യൂ റെസിപ്റ്റ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നെക്സ്റ്റ് ലോക്കർ റെന്റ്. ഈ ക്ലബിന് ഒരു ലോക്കർ ഉണ്ടായിരുന്നു. ആ ലോക്കർ വാടകയ്ക്ക് കൊടുത്ത് അതിന്റെ വാടക ഇനത്തിൽ 42,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. അതും ഇൻകം സൈഡിൽ കാണിക്കേണ്ടതാണ്. ഇനി പേയ്മെന്റ് സൈഡുകൾ നോക്കാം. പേയ്മെന്റ് സൈഡ് നോക്കുമ്പോഴും അതും റവന്യൂ പേയ്മെന്റ് ആണോ ക്യാപിറ്റൽ പേയ്മെന്റ് ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി നമുക്കറിയാം, അതൊരു റവന്യൂ പേയ്മെന്റ് ആണ്. ലൈറ്റിംഗ് അതും റവന്യൂ നേച്ചറുള്ള പേയ്മെന്റ് ആണ്. റേറ്റ് ആൻഡ് ടാക്സ് റവന്യൂ പേയ്മെന്റ് ആണ്. ടെലിഫോൺ ചാർജസ് റവന്യൂ പേയ്മെന്റ് ആണ്. പോസ്റ്റേജ് ആൻഡ് കൊറിയർ റവന്യൂ പേയ്മെന്റ് ആണ്. വേജസ് ആൻഡ് സാലറീസ് റവന്യൂ പേയ്മെന്റ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം റവന്യൂ പേയ്മെന്റ് ആണ്. അപ്പം ഇത്രയും ഐറ്റംസ് റവന്യൂ നേച്ചറുള്ള പേയ്മെന്റ്സ് ആണ്. അപ്പം എന്ത് ചെയ്യണം? ഈ റവന്യൂ പേയ്മെന്റിന് മുടക്കിയിട്ടുള്ള ഈ എമൗണ്ട് എല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ഈ എക്സ്പെൻസുകളെല്ലാം എന്ന് പറഞ്ഞ് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് അതിൻ്റെ ഈ ബെനിഫിറ്റ് നമുക്ക് ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെ നമുക്ക് റിസീവ് ചെയ്യണം. ക്യാപിറ്റൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഫ്യൂച്ചർ ഇയേഴ്സിലും കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ്സ് നമുക്ക് ആ കറണ്ട് അക്കൗണ്ടിങ് ഇയറിൽ തന്നെ നമുക്ക് കിട്ടി, അത് അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതെന്താണ്? ഗവൺമെൻറ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്ത ഇനത്തിൽ 2 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇത് ഗവൺമെൻറ് സെക്യൂരിറ്റി വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അസറ്റാണ് അല്ലേ? ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ കൊടുത്ത ക്യാഷാണ്. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. ഇത് നമ്മുടെ ദൈനംദിന എക്സ്പെൻസിൽ വരുന്നത് അല്ലല്ലോ. ഇതെന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നില്ല. ഇത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്, ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണ്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞു, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ എല്ലാ ഐറ്റവും ക്യാപിറ്റൽ നേച്ചർ ആണോ റവന്യൂ നേച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ക്ലിയർ? ടെക്സ്റ്റില് 13ാമത്തെ പേജിലാണ് ഇതിന്റെ ആൻസർ ചെയ്തിട്ടിരിക്കുന്നത്. നോക്കിക്കേ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ഗോൾഡൻ ക്രിക്കറ്റ് ക്ലബ് ഫോർ ദെയർ എൻഡിങ് March 31, 2015. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിലെ എല്ലാ എക്സ്പെൻഡിച്ചറുകളും ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഇൻകംസുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി എല്ലാ റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറുകളും മാത്രമേ നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. നോക്കിയേ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലൈറ്റിംഗ്, റേറ്റ് ആൻഡ് ടാക്സസ്, ടെലിഫോൺ ചാർജസ്, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ്, വേജസ് ആൻഡ് സാലറീസ്, ഇൻഷുറൻസ് പ്രീമിയം. ഇത്രയും റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണ് ക്ലബിനുള്ളത്. അതെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എഴുതിയിരിക്കുന്നു. അതുപോലെ ഇൻകംസ് എന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, എൻട്രൻസ് ഫീസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, ലോക്കർ റെന്റ് ഉണ്ട്. ഇത്രയും റവന്യൂ നേച്ചറിലുള്ള ഇൻകംസ് ആണ് ക്ലബിനുള്ളത്. അതെല്ലാം ഇൻകം സൈഡിലും എഴുതിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? സാധാരണ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 3,08,000 ആണ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വരുന്നത്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 1,89,600 ആണ് വരുന്നത്. അതായത് ഇത്രയും എക്സ്പെൻഡിച്ചറുകൾ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1,89,600 ആണ് വരുന്നത്. അപ്പം ഇൻകം സൈഡ് എന്നത് 3,08,000 ഉണ്ട്. അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് 2 എമൗണ്ട് കോളത്തിലേക്കും എഴുതുന്നു. അതിൽ നിന്ന് ഈ 3,08,000 രൂപയിൽ നിന്നും 1,89,600 രൂപ ഡിഡക്റ്റ് ചെയ്തെന്നാൽ ആ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,18,400 ആണ്. അതാണ് നമ്മുടെ സർപ്ലസ്, ഈ ക്ലബിന്റെ സർപ്ലസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇൻകം ആണ് കൂടുതൽ അല്ലേ? 3,08,000 രൂപയാണ് ഇവിടെ ഇൻകം ആയിട്ട് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പം അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻസുകൾ 1,89,600 രൂപ കുറച്ചപ്പോൾ ബാക്കി മിച്ചമുള്ള പണം എന്ന് പറയുന്നത് അത് സർപ്ലസ് എന്നാണ് നമ്മൾ പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സർപ്ലസ് എന്നാണ്. അപ്പോൾ ആ സർപ്ലസ് 1,18,400 രൂപയാണ്. അപ്പം ഇങ്ങനെയാണ് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് പേജ് നമ്പർ 14 ഈ ഇല്ലസ്ട്രേഷൻ 2 കൂടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
From the receipt and payment account given below, prepare the income and expenditure account of Clean Delhi Club for the year ended March 31st, 2017. Clean Delhi Clubന്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. അതിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഓരോ ഐറ്റവും വായിച്ചു നോക്കാം. റെസീപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ, ക്യാഷ് ഇൻ ഹാൻഡ്, ഇതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നില്ല. അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് ബാലൻസ് സൈഡിൽ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മിച്ചമിരിക്കുന്ന ക്യാഷും ബാങ്ക് അക്കൗണ്ടിൽ മിച്ചമിരിക്കുന്ന പണവുമാണ്. അതെന്ന് പറയുന്നത് ഇൻകം അല്ലല്ലോ അല്ലെ. ഇതെന്ന് പറയുന്നത് നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഇൻകംസും എക്സ്പെൻഡിച്ചറും മാത്രമല്ലേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എക്സ്ക്ലൂഡ് ചെയ്യുന്നു ആദ്യം. ഇനി ഓരോ ഐറ്റവും വായിച്ച് ക്യാപിറ്റൽ നേച്ചർ ആണോ റവന്യൂ നേച്ചർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ, നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റവന്യൂ ഓരോ ക്ലബിൻ്റെ ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ അത് റവന്യൂ റെസിപ്റ്റ് ആണ്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് എൻട്രൻസ് ഫീസ്, പ്രവേശന ഫീസ്, ഇതും റവന്യൂ റെസിപ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണിക്കാവുന്നതാണ്. ഡൊണേഷൻസ്, ഇവിടെ നോക്കിക്കേ ഡൊണേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു ജനറൽ ഡൊണേഷൻ ആണ്, പ്രത്യേകിച്ച് ഒരു പർപ്പസ് പറയുന്നില്ല. അല്ലെങ്കിൽ ഡൊണേഷൻ ഫോർ ലൈബ്രറി എന്നോ അല്ലെങ്കിൽ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്നോ അങ്ങനെയൊന്നും എടുത്തു പറയാത്ത സ്ഥിതിക്ക് ഇത് ജനറൽ ഡൊണേഷൻ ആണ്. ജനറൽ ഡൊണേഷൻ ആയതുകൊണ്ട് നമുക്കതിനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് റെന്റ് ഓഫ് ഹാള്. ഈ ക്ലബിന് ഒരു ഹാൾ ഉണ്ടായിരുന്നു. ആ ഹാള് വാടകയ്ക്ക് കൊടുത്ത് 750 രൂപ റെന്റ് കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുന്നതും റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പോൾ അതും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിൽ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. നോക്കിക്കേ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപങ്ങളാണ് അല്ലെ. ആ നിക്ഷേപം വിറ്റ് 3000 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിക്കേ, അതൊരു അസറ്റ് അല്ലേ. 3000 രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ആ ക്ലബിന്റെ ഒരു അസറ്റാണ്. അപ്പോൾ ആ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ ക്യാഷ് എന്ന് പറയുന്നത് അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് റവന്യൂ നേച്ചർ അല്ല. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ക്യാപിറ്റൽ നേച്ചറിലുള്ള ഈ റെസിപ്റ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഉള്ളി റവന്യൂ നേച്ചർ മാത്രമേ നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ. അപ്പം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതരുത്. ക്ലിയർ? ഇനി പേയ്മെന്റ് സൈഡ് നോക്കാം. പേയ്മെന്റ് സൈഡിൽ സാലറി ഉണ്ട്, റെന്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ടാക്സസ് ഉണ്ട്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ട്, സൺട്രി എക്സ്പെൻസസ് ഉണ്ട്. നോക്കിക്കേ ഇതെല്ലാം റവന്യൂ നേച്ചറിലുള്ള പേയ്മെന്റ്സ് ആണ്, റവന്യൂ പേയ്മെന്റ്സ് ആണ്. ഇപ്പോൾ ഒരു ക്ലബിൻ്റെ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമായിട്ട് വരുന്ന പേയ്മെന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നതല്ല അല്ലേ. അതെന്ന് പറയുന്നത് റിക്കറിംഗ് നേച്ചറിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം റവന്യൂ പേയ്മെന്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ രേഖപ്പെടുത്തേണ്ട ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇത്രയും ഐറ്റംസ്. ഇനി നെക്സ്റ്റ് ബുക്സ് പർച്ചേസ്ഡ്. ബുക്സ് പർച്ചേസ്ഡ് അപ്പോൾ ഇതെന്തായിരിക്കും? ഇതൊരു ലൈബ്രറി ആയിരിക്കും അല്ലേ. അപ്പോൾ ലൈബ്രറിയിലേക്കുള്ള ബുക്ക് പർച്ചേസ് ചെയ്തതിൻ്റെയാണ്. ഇപ്പോൾ ഒരു സ്പോർട്സ് ക്ലബ് ആണെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇത്തരം ഒരു ലൈബ്രറിയിലേക്ക് ആവശ്യമായ ബുക്ക് പർച്ചേസ് ചെയ്തു, അതായത് 7500 രൂപയുടെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. നമ്മൾ ആ ബുക്ക് വാങ്ങിച്ചിട്ട് അത് നമ്മൾ 1 ഇയറിലേക്ക് അല്ലല്ലോ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഓർഗനൈസേഷനിൽ ദീർഘനാൾ അത് കീപ്പ് ചെയ്യണം. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ 1 ഇയറിൽ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, ബുക്ക് പർച്ചേസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതരുത്. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ഗവൺമെന്റ് ബോണ്ട്സ് പർച്ചേസ്ഡ്. ഗവൺമെന്റിന്റെ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടിരിക്കുന്നു.
നോക്കിക്കേ, ഗവൺമെന്റ് ബോണ്ട് പർച്ചേസ് ചെയ്യുക എന്നത് 10,000 രൂപയുടെ ബോണ്ടാണ് വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഒരു അസറ്റാണ് അല്ലേ. അതായത് ഈ ക്ലബ്ബ് ഒരു ഗവൺമെന്റ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നതും ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇത് എഴുതരുത്. ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റമാണ്. ഈ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഓൺ 31 March 2017. ഒരു 5,000 രൂപ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നതും എന്താണ്, ബാങ്ക് ഡെപ്പോസിറ്റ്. അതെന്ന് പറയുന്നതും അസറ്റ് ആണ് അല്ലേ. അപ്പൊ അതും എന്ത് ചെയ്യരുത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യരുത്. അത് ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അപ്പൊ അതും എക്സ്ക്ലൂഡ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. പിന്നെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്, അത് പറഞ്ഞില്ല. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് നമ്മൾ എഴുതുന്നില്ല. അത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അത് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പം ഓരോ ഐറ്റവും എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക. ഓരോ ഐറ്റംസും എഴുതേണ്ടുന്നത് അതിൻ്റെ അകത്തേക്ക് റെക്കോർഡ് ചെയ്യുക. ബുക്സ് ഓഫ് ക്ലീൻ ഡൽഹി ക്ലബ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2017. ഡെബിറ്റ് സൈഡിലെ എല്ലാ റവന്യൂ നേച്ചറുള്ള എക്സ്പെൻഡിച്ചറുകളും ക്രെഡിറ്റ് സൈഡിലെ എല്ലാ റവന്യൂ നേച്ചറുള്ള ഇൻകംസും റെക്കോർഡ് ചെയ്യുന്നു. ഇതിനകത്ത് റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, സാലറി ഉണ്ട്, അതുപോലെ റെന്റ്, ഇലക്ട്രിസിറ്റി, ടാക്സസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസസ്. ഇത്രയും റവന്യൂ എക്സ്പെൻഡിച്ചറുകളാണുള്ളത്. അതെല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഇനി റവന്യൂ പേയ്മെന്റ്സ് ആയിട്ട് വരുന്ന ഐറ്റംസ് പറയുന്നത്, ഒന്ന് സബ്സ്ക്രിപ്ഷൻ. ഇവിടെ 22,500 രൂപ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ദെൻ എൻട്രൻസ് ഫീസ് 1,250 ഉണ്ട്. ഡൊണേഷൻ ഇതെന്ന് പറയുന്നത് ജനറൽ ഡൊണേഷൻ ആയതുകൊണ്ട് അതും നമ്മൾ ഇൻകം ആയിട്ട് കാണിക്കണം, 2,500. റെന്റ് ഓഫ് ഹാള് 750. അപ്പം ഇത്രയും റവന്യൂ നേച്ചറിലുള്ള ഇൻകംസ് ആണുള്ളത്. അതും എഴുതിയിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. 2 എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 27,000 ആണ് കിട്ടുന്നത്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് 8,800 ആണ് വരുന്നത്. അപ്പം കൂടുതലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 27,000 ആണ്. അത് നമ്മൾ 2 എമൗണ്ട് കോളത്തിലേക്കും ഇറക്കി എഴുതിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഇതിൽ നിന്നും ഈ ഇത്രയും എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുമ്പോൾ ഇത് 8,800 രൂപയുടെ എക്സ്പെൻഡിച്ചറുകളാണ് വന്നിട്ടുള്ളത്. അത്രയും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയിരിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് ആ ക്ലബിന്റെ സർപ്ലസ് ആണ്. ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പം എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ സർപ്ലസ് എന്ന ടേമിൽ വേണം ഡിനോട്ട് ചെയ്യാൻ. ഇപ്പൊ ഇവിടെ 27,000 രൂപയുടെ ഇൻകം ആണ് ഉണ്ടായിരുന്നത്, 8,800 രൂപയുടെ എക്സ്പെൻഡിച്ചറുമാണ് ഉള്ളത്. അപ്പം ബാക്കി 18,200 രൂപ മിച്ചം ഉണ്ട്. അതാണ് നമ്മൾ സർപ്ലസ് എന്നും പറഞ്ഞിട്ട് എഴുതേണ്ടത്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.